الله أكبر الله أكبر ولله الحمد. ഹലോ അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഇല്ലൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വക എൻ്റെ സബ്സ്ക്രൈബ്സിന് എല്ലാവർക്കും ഈദ് മുബാറക്. ഇതെങ്ങോട്ടാന്നല്ലേ? അതെ, പെരുന്നാൾ നമസ്കാരത്തിന് പോവാം. അത് നമ്മളെ ഖത്തറിലെ ഗ്രാൻഡ് മോസ്കിലോട്ട്. ഫാമിലീസുമായിട്ട് ഒരുമിച്ച് നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് മോസ്ക് ആയിരിക്കും നല്ലത്. ഒട്ടുമിക്ക എല്ലാ കൺട്രീസിലെ ആൾക്കാരും ഈ ഗ്രാൻഡ് മോസ്കിലോട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഇക്കായി നേരത്തെ പുലർച്ചെ അങ്ങോട്ട് വെച്ചു വിട്ടു. നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അകത്തും സ്പേസ് ഉണ്ടായിരുന്നു, പുറത്തും സ്പേസ് ഉണ്ടായിരുന്നു. ഈ കാണുന്നത് മോസ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ആണ് കേട്ടോ. ആക്ച്വലി ഈ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഇക്കാക്ക് ഒരുമിച്ച് നിന്ന് നമസ്കരിക്കാൻ പറ്റും. അകത്താണെങ്കിൽ മെൻസിനും സൈഡിലോട്ടാണെങ്കിൽ ഫീമെയിൽസിനുമാണ്. അപ്പോൾ നമ്മൾ പുറകിൽ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കാര്യം സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മുസല്ലയൊക്കെ വിരിച്ച് ഇങ്ങനെ അവിടുത്തെ വ്യൂസ് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല ദോഹയുടെ നല്ല കാഴ്ച കാണാൻ പറ്റും. ആക്ച്വലി സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല. ആൻഡ് നമ്മൾ നിസ്കരിക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആക്ച്വലി ഈ സമയത്ത് നമ്മൾ സലാത്തും നമ്മളെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഫോട്ടോസൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് കിട്ടത്തില്ല. കാര്യം സൂര്യൻ വന്നു കഴിഞ്ഞാൽ അയ്യോ, പിന്നെ കണ്ണുപോലും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ നമസ്കരിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ എന്തോരോ ആൾക്കാരാണ് വന്നേക്കുന്നതെന്ന്. ചുറ്റും പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിലെ പെരുന്നാൾ നമസ്കാരം ഈ ഖത്തറിൽ വെച്ചാണ് കേട്ടോ നടന്നത്. ആക്ച്വലി നമ്മളെ നാട്ടിലൊക്കെ ലേഡീസ് പള്ളിയിൽ പോകുന്നത് പൊതുവെ കുറവാണ്. കാര്യം അങ്ങനെ ആരും പോകാറില്ല. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഖത്തറിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ടാണ് പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ പോയത്. ഇതെൻ്റെ ആദ്യത്തേതല്ല, ഇതെൻ്റെ അൽഹംദുലില്ലാ ഇതിൻ്റെ തേർഡ് ടൈമാണ് കേട്ടോ. തേർഡ് ടൈം. ഫസ്റ്റ് ടൈം ഇക്ക എന്നെ പെരുന്നാൾ നമസ്കാരത്തിന് ഗ്രാൻഡ് മോസ്കിലോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഭയങ്കര ടെൻഷനും ഡൗട്ടും, എത്ര റക്കാത്ത് നമസ്കാരമോ ഒന്നും അറിയത്തില്ല. കാര്യം നാട്ടിൽ പോയിട്ടില്ലല്ലോ. അപ്പം ഞാനന്ന് ഇക്കാര്യം ഇങ്ങനെ കോപ്പിയടിച്ചൊക്കെയാണ് നമസ്കരിച്ചത്. ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പം എല്ലാം ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് കണ്ടില്ലേ, സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ കണ്ണ് പോലും തുറക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കുമായിരുന്നു. ആൻഡ് ഇവിടെ അറബ്സ് കുട്ടികളൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ്സും സ്വീറ്റ്സൊക്കെ കൊടുക്കും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട്. നമ്മൾ നമസ്കരിക്കാൻ പോകുമ്പോൾ മുസല്ലേക്കായിട്ടാണ് കേട്ടോ പോകുന്നത്. കാര്യം നമുക്ക് എന്തായാലും പുറത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എനിക്ക് ഇക്കാക്കും കൂടി ഒരുമിച്ച് നമസ്കരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ അറബ്സ് ലേഡീസിൻ്റെ ആ ഒരു ഭാഗമുണ്ട് സൈഡിലോട്ട്, അവിടെ പോയി നിസ്കരിക്കേണ്ടി വരും. എന്തോ എനിക്കാണെങ്കിൽ ഇക്കായുമായിട്ട് നിസ്കരിക്കണതാണ് ഖൈറായിട്ട് തോന്നിയിട്ടുള്ളത്. ഗ്രാൻഡ് മോസ്കിൽ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. നമ്മൾ കയറി വരുന്ന പോർഷൻ എത്തുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്യും. ലേഡീസ് ഈ ഭാഗത്തും ജെൻറ്റ്സ് ആ ഭാഗത്തും ആണെന്ന് പറയും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് കിടക്കുമ്പോഴത്തേക്കും സൈഡിലോട്ടൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമുക്ക് ഈ ഗ്രൗണ്ടിലോട്ട് കയറാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് നിന്ന് നമസ്കരിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ എനിക്കറിയത്തില്ല, ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. കാര്യം നമ്മളെ നാട്ടിൽ ലേഡീസ് പള്ളിയിൽ പൊതുവേ അലൗഡല്ല. ഈ പറഞ്ഞത് എൻ്റെ നാട്ടിലെ കാര്യമാണ് കേട്ടോ. വേറെ ഏതെങ്കിലും നാട്ടിൽ ഇതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് ഇങ്ങനെ ലേഡീസ് പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ നാട്ടിലെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പുറത്തോട്ടിറങ്ങി അടുത്ത ടാസ്ക് എന്തെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ദം ബിരിയാണി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ കാറിലോട്ട് വെച്ച് വിട്ടു. കുറച്ച് ഫോട്ടോസൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ട് വീട്ടിൽ വന്നു. നല്ല ചിക്കൻ ദം ബിരിയാണി വെച്ചു. ആൻഡ് അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ചു. നല്ല പ്ലേറ്റിലോട്ടൊക്കെ നല്ല ചൂടേറും ദം ബിരിയാണി. എന്താ അന്തസ്. പെരുന്നാളായിട്ട് ദം ബിരിയാണി പൊട്ടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഉറങ്ങിയതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോയെന്നറിയോ? ഇനി വെറും ഏതാനും മിനിറ്റുകൾ മാത്രം, 6 മിനിറ്റ് കൊണ്ട് ഇനി ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ആക്ച്വലി ട്രഡീഷണൽ സോങ് എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. അത് ഈ ഭാഗത്തുമാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്.
I can't hear. Are you ready? Yeah. Let's start the countdown. 3, 2, 1. 9, 8, 7, 6, 5, 4, 3, 2, 1. Let's go. അടിപൊളി ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് ഇന്നത്തെ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ.